മോട്ടറോള എഡ്ജ് 60 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള എഡ്ജ് 60 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മോട്ടറോള എഡ്ജ് 60 6.7 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരും. പിന്നെ POLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ഇതിൽ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും, അതായത് 4 ഭാഗത്തും ചെറിയ കർവേച്ചറൊക്കെ വരുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരും, പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് 4500 nits ആയിരിക്കും വരിക. പിന്നെ ഗൊറില്ല ഗ്ലാസ് 7A പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നതായിരിക്കും. 1.5K റെസൊല്യൂഷനും കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഒരു ഫോണിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 179 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.9 mm ആയിരിക്കും. അപ്പം കമ്പാരിറ്റീവ്ലി വെയിറ്റും തിക്നെസ്സും കുറഞ്ഞൊരു ഫോണായിരിക്കും ഈ ഒരു ഫോൺ. പിന്നെ IP68-69 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം മികച്ചൊരു IP റേറ്റിംഗ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരും. MIL STD 810H സർട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പൊതുവേ ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്, അതും നല്ലൊരു കാര്യമാണ്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7400 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഗ്ലോബൽ മാർക്കറ്റിൽ മുമ്പ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തപ്പോൾ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അപ്പം അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഇന്ത്യൻ വെർഷനിൽ വരുന്നതായിരിക്കും, നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വില മിക്കവാറും 25,000 രൂപയ്ക്ക് മുകളിൽ വരുന്നതായിരിക്കും. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ചൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ ആയിരിക്കില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമേ ഈ ഫോണിൽ വരുള്ളൂ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലും വരുന്നതായിരിക്കും. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഇതിൽ വരാൻ ചാൻസ് ഉള്ളൂ. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അറ്റ്ലീസ്റ്റ് ഒരു UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്തായാലും ഇതിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് വരാനാണ് സാധ്യത. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. NFC സപ്പോർട്ട് വരും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നതായിരിക്കും. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള HelloU സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. 3 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 50 MP 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇത് സോണി LYT700C സെൻസർ ആയിരിക്കും. OSൻ്റെ സപ്പോർട്ട് വരും. പിന്നെ 50 MP f 2.0 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ വരുന്നതായിരിക്കും. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരിക 120 ഡിഗ്രി ആയിരിക്കും. പിന്നെ 10 MP f 2.0 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഫ്രണ്ടിൽ 50 MP f 2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആയിരിക്കും വരിക. അവൻ തിരക്കില്ലാത്തുള്ളൊരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5500 mAh ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇപ്പം ഗ്ലോബൽ വെർഷനിൽ 5200 mAh ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 5500 mAh ബാറ്ററി ഇന്ത്യൻ വെർഷനിൽ വരുന്നതായിരിക്കും. പിന്നെ 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നതായിരിക്കും. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരും. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ June 10 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഗ്ലോബൽ മാർക്കറ്റിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി താഴെ വരുന്ന ഫീച്ചേഴ്സുമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ 43,200 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ വില അത്രയും വരാൻ ചാൻസ് ഇല്ല. ഇന്ത്യൻ മാർക്കറ്റിൽ അതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ മോട്ടറോളയുടെ ഭാഗത്ത് നിന്ന് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഫോൺസ് വരുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 25,000 to 27,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും തിരക്കില്ലാത്ത ബാറ്ററി സെറ്റപ്പും തിരക്കില്ലാത്ത ക്യാമറ സെറ്റപ്പൊക്കെ വരുന്നതായിരിക്കും. പ്രോസസ്സർ അത്ര ബെസ്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. എന്തായാലും മോട്ടറോളയുടെ എഡ്ജ് 60 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.